നമസ്കാരം. അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന അനാവശ്യ ഇടപെടലുകൾക്കും തീവ്രവാദത്തിന് നൽകുന്ന പിന്തുണയ്ക്കുമെതിരെ ശക്തമായ നിലപാടുമായി മുൻ അഫ്ഗാൻ പാർലമെന്റ് അംഗം മറിയം സുലൈമാൻഖിൽ രംഗത്ത്. അഫ്ഗാൻ ജനത നേരിടുന്ന ഈ കടുത്ത പ്രതിസന്ധിയിൽ ഇന്ത്യ ക്രിയാത്മകമായി ഇടപെടണമെന്നും പാകിസ്ഥാന്റെ അജണ്ടകൾക്ക് തടയിടാൻ ഇന്ത്യയുടെ സഹായം അത്യന്താപേക്ഷിതമാണെന്നും അവർ ആഹ്വാനം ചെയ്തു. പാകിസ്ഥാൻ ഭരണകൂടവും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും അഫ്ഗാനിസ്ഥാനിൽ അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മറിയം കുറ്റപ്പെടുത്തി. താലിബാൻ ഭരണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ വ്യക്തമായ സഹായമുണ്ടെന്നും ഇത് അഫ്ഗാനിലെ സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതം ദുസ്സഹമാക്കിയെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. അഫ്ഗാനിസ്ഥാനെ തങ്ങളുടെ ഒരു കോളനിയായി മാറ്റാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം പ്രതികരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അഫ്ഗാനിസ്ഥാന്റെ യഥാർത്ഥ സുഹൃത്താണ് ഇന്ത്യയെന്ന് മറിയം സുലൈമാൻഖിൽ വിശേഷിപ്പിച്ചു. കഴിഞ്ഞ ദശകങ്ങളിൽ അഫ്ഗാനിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജനാധിപത്യ പ്രക്രിയയിലും ഇന്ത്യ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. പാർലമെന്റ് മന്ദിരം, സൽമ ഡാം തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യയുടെ സ്നേഹത്തിന്റെ പ്രതീകങ്ങളാണ്. ഈ സാഹചര്യത്തിൽ അഫ്ഗാൻ ജനതയെ തനിച്ചാക്കരുതെന്നും പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീഷണികൾക്കെതിരെ ആഗോളതലത്തിൽ ശബ്ദമുയർത്താൻ ഇന്ത്യ നേതൃത്വം നൽകണമെന്നും അവർ അഭ്യർത്ഥിച്ചു. താലിബാൻ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ചും മറിയം ആശങ്ക പ്രകടിപ്പിച്ചു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തടയുവാനും സ്ത്രീകളെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും പാകിസ്ഥാൻ വളർത്തുന്ന തീവ്രവാദ ചിന്താഗതിയുടെ ഫലമാണെന്ന് അവർ ആരോപിച്ചു. അഫ്ഗാൻ സ്ത്രീകളുടെ ശബ്ദമായി ഇന്ത്യ മാറണമെന്നും നയതന്ത്ര ചർച്ചകളിൽ ഈ വിഷയം മുന്നോട്ട് വയ്ക്കണമെന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികളുടെ താവളമായി മാറുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്ന് മറിയം ഓർമ്മിപ്പിച്ചു. അതേസമയം പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ അഫ്ഗാൻ മണ്ണ് ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ നീങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണെന്ന് അവർ വ്യക്തമാക്കുകയായിരുന്നു. സാധാരണ ജനങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ വലിയ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെന്നും ആ വിശ്വാസം സംരക്ഷിക്കാൻ ഭാരതം മുന്നിട്ടിറങ്ങുമെന്നാണ് താൻ കരുതുന്നതെന്നും മറിയം സുലൈമാൻഖിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി പാക് അതിർത്തിയിൽ വൻ സൈനിക നീക്കം ആരംഭിച്ച് താലിബാൻ സർക്കാർ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ 15 സുരക്ഷാ പോസ്റ്റുകൾ താലിബാൻ സൈന്യം പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട്. കൂടാതെ അഫ്ഗാനിസ്ഥാൻ നടത്തിയ രഹസ്യ ഓപ്പറേഷനിൽ നിരവധി പാക് സൈനികരെ വധിച്ചതായും താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അവകാശപ്പെട്ടു. ഡ്യൂറന്റ് ലൈനിലെ പാക് പ്രകോപനങ്ങൾക്ക് മറുപടിയായിട്ടാണ് വലിയ തരത്തിലുള്ള ഈ ഓപ്പറേഷനെന്ന് സബീഹുള്ള മുജാഹിദ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു. ചില പാകിസ്ഥാൻ സൈനികരെ ജീവനോടെ പിടികൂടിയിട്ടുണ്ടെന്നും താലിബാൻ അറിയിച്ചു. താലിബാൻ കരസേനാ മേധാവി ഖാരി ഫസിഹുദ്ദീൻ ഫിബ്രത്ത് നേരിട്ടാണ് അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കുനാർ പ്രവിശ്യയിലെ മനാവാര, നരി ജില്ലകളിലായി 5 ഔട്ട്പോസ്റ്റുകൾ താലിബാൻ പിടിച്ചെടുത്തുവെന്നും ഇവിടെ 40 പാക് സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുമാണ് താലിബാൻ വക്താവ് ഹബീദുള്ള നൽകുന്ന വിവരം. രാത്രികാലങ്ങളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ കണ്ടെത്താൻ അത്യാധുനിക ലേസർ സംവിധാനങ്ങൾ അതിർത്തിയിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ശത്രു സൈന്യത്തെ അനായാസം തകർക്കാൻ ഇത് സഹായിക്കുമെന്നും താലിബാൻ അവകാശപ്പെടുന്നു. നംഗർഹാർ പ്രവിശ്യയിലെ ദുർബാബ, ഗോഷ്തെ ജില്ലകളിലായി 7 ഔട്ട്പോസ്റ്റുകൾ താലിബാൻ നിയന്ത്രണത്തിലാക്കി. ഇവിടെ നിന്ന് 13 സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുകയായിരുന്നു.